അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിയദീനാ കല്ലത്തി ഹിലത്തുനാ ദിരിക്കനാ വ ആലി കുല്ലിം വസ്വഹബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു തൻ്റെ ആത്മീയ അത്യുത്കർഷത്തിൻ്റെ ഉന്നത പ്രഭാവം കൊണ്ട് അജ്മീറും പരിസരത്തിലുമുള്ള മുഴുവൻ ആളുകളുടെയും, ഉന്നതരായ രാജാക്കളും പ്രഭുക്കളും സമ്പന്നരും ഒപ്പം പട്ടിണിപ്പാവങ്ങളും ഉണ്ണാനും മുടുക്കാനും തലചായ്ക്കാനും ഇടമില്ലാത്ത ആളുകൾ അടക്കമുള്ള മുഴുവൻ ആളുകളെയും തൻ്റെ സ്നേഹമസരണമായ വഴിഞ്ഞൊഴുകുന്ന ആ സ്നേഹ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും ചോദ്യം ചെയ്യപ്പെടാത്ത സുൽത്താനായി അജ്മീറിൽ ജീവിക്കുന്നു. മഹാനവറുകൾ സർവരുടെയും ചോദ്യം ചെയ്യപ്പെടാത്ത സുൽത്താനായി ജീവിച്ച കാലഘട്ടത്തിലും എല്ലാം തികഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ അടങ്ങിയിരുന്നിട്ടില്ല. മറിച്ച് ഇസ്ലാമിക പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾ, അതും വാളുകൊണ്ടല്ല, യുദ്ധം കൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആ ജീവിത സരണി നേരിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് മുഴുവൻ സമൂഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇസ്ലാം ആരെയും ഖാജ റളിയല്ലാഹു അൻഹു അടിച്ചേൽപ്പിച്ചിട്ടില്ല. സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ഖാജ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. ഒരാൾ മുസ്ലിം ആയിട്ടില്ല എന്നതുകൊണ്ട് ഖാജ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹം അവർക്ക് ലഭിക്കാതിരുന്നിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത ഖാജ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രചാരണ പ്രവർത്തന വീതിയിൽ രാജാക്കളെയും പ്രമുഖരായ നേതാക്കളെയും മഹാനവറുകൾ കത്തെഴുതിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പലരും വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും മറുപടി അയക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി പ്രമുഖർക്ക് കത്തെഴുതിയ ചരിത്രം തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്ത് കെട്ട് കിടക്കുന്നത് നമുക്കറിയാം. ഖാജ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ തൻ്റെ പ്രമുഖരായ ശിഷ്യന്മാർക്കും കത്തെഴുതിയിട്ടുണ്ട്. പിൻഗാമികളായ പരമ്പരകളിലൂടെ നിലനിൽക്കുന്ന ഉപദേശമായിക്കൊണ്ട് അതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഖാജ റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടുള്ളത്. തൻ്റെ പ്രഥമനും പ്രധാനിയുമായ പ്രിയപ്പെട്ട ശിഷ്യൻ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹുവിന് എഴുതിയ കത്ത് വളരെ പ്രസിദ്ധമാണ്. മഹാനവറുകൾ കത്ത് തുടങ്ങുന്നത് ഏത് ഇലാഹിന്റെ നാമത്തിൽ തൻ്റെ ശിഷ്യനുമേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് കുറിച്ചുകൊണ്ടാണ്. പ്രിയ ഖുത്ബുദ്ദീൻ, അറിയാൻ താങ്കളുടെ ഉസ്താദ് സയ്യിദ് മുഈനുദ്ദീൻ ചിസ്തി കുറിക്കുന്നത്, നാഥന്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ച് ഞാൻ ചില കാര്യങ്ങൾ പരാമർശിക്കട്ടെ. താങ്കളുടെ ശിഷ്യഗണങ്ങൾ സ്നേഹജനങ്ങൾക്കും ഇവ വിശദീകരിച്ചു കൊടുക്കുക. നേർജീവിതം സന്തോഷമാക്കാൻ അവർക്കത് ഉപകാരപ്പെടും തീർച്ച എന്നാണ് മഹാനവറുകൾ അതിൻ്റെ പ്രാരംഭത്തിൽ കുറിക്കുന്നത്. എന്നിട്ട് പറയുന്നു, പ്രിയ ശിഷ്യ, അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ അറിഞ്ഞൊരാൾക്ക് ലൗകിക ജീവിതാഗ്രഹങ്ങളൊന്നും വരില്ല. മോഹങ്ങൾ പേറിയ ഹൃദയമുള്ളവർ ദൈവസ്മരണയിൽ നിന്നും അകന്നു പോകുന്നു. അതുകൊണ്ട് മോഹങ്ങളെയും അഭിലാഷങ്ങളെയും വിസ്മരിക്കുക. കരുത്തെല്ലാം, ഉദ്ദേശമെല്ലാം, ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. മറക്കുക എല്ലാ ആശകളും നാഥന്റെ നാമത്തിലായിക്കൊണ്ട്, മാർഗത്തിലായിക്കൊണ്ട്. അള്ളാഹു എന്നോട് ചോദിക്കുന്നതായി ഞാൻ കിനാവിൽ ദർശിച്ചു. നിനക്ക് വേണ്ടത് എന്താണോ അതാണ് എനിക്കും വേണ്ടത്. ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹു പറഞ്ഞു. ആത്മീയ തടസ്സങ്ങളില്ലാതെ ജ്വലിക്കാൻ അത് കാരണമാണ്. ഖാജ റളിയല്ലാഹു അൻഹു കുറിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഉമ്മയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. വൗഹാ ഇലാ ഉമ്മി മൂസ, മൂസാ നബിയുടെ ഉമ്മയിലേക്ക് നാം വഴിയറിയിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മൂസാ നബിയുടെ ഉമ്മ പ്രവാചകനല്ല, ഒരു മഹദി മാത്രമാണ്. എന്നപോലെ ഖാജ റളിയല്ലാഹു അൻഹു അല്ലാഹു തആലയുടെ സന്ദേശം വന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ഖാജ റളിയല്ലാഹു അൻഹു അതാണ് ശിഷ്യനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മീയ വളർച്ചയാണ് നമ്മുടെ ആവശ്യം. ഖാജ റളിയല്ലാഹു അൻഹു തുടരുന്നു. ആത്മപ്രണയത്തിന്റെ സുൽത്താൻമാരിൽ
ഒരുവരായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുഴുവൻ സമയം നിന്നോടൊപ്പമുണ്ട്, നീ എന്നോടൊപ്പം ഉള്ളതുപോലെയെന്ന് അള്ളാഹുവിനോടാണ് മഹാനായ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നത്. അറിയുക, സൂഫി സംഗീതത്തിൽ ലയിച്ചാൽ ലഭിക്കുന്ന മാധുര്യത്തിന്റെ അളവിനെക്കുറിച്ച്. സൃഷ്ടാവിനെ സ്നേഹിച്ച് ജീവിച്ചാൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നമുക്കും ആ ഒരു അവസ്ഥ ലഭിക്കും. മുഴുവൻ സമയം നാം അള്ളാഹുവിനോടൊപ്പമാണ് ഉണ്ടാവുക. ആ നേട്ടത്തിൽ ഒത്തിരി മാധുര്യമുണ്ട്, വലിയ ആനന്ദമുണ്ട്, ഇരുലോക രക്ഷയുണ്ട്. രക്ഷയുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അള്ളാഹുവിൽ പരാജയപ്പെടുന്നതോടെ തീരും നമ്മുടെ എല്ലാ അഹങ്കാരവും. ഓർമ്മിച്ചു നോക്കുവിൻ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ തോറ്റവരായി നാം നിൽക്കുന്ന നിൽപ്പ്. പിന്നെ നമ്മെ രക്ഷിക്കാൻ ആരുണ്ടാകും? തിരുനബിയെ സ്നേഹിക്കുന്ന ഹൃദയമുണ്ടോ നമ്മില്ലെങ്കിൽ താഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കായി ശുപാർശ ചെയ്യുമായിരിക്കും. അതിനെവിടെ നാം തിരുനബിയുടെ തിരുസുന്നത്തുകൾ പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ പ്രയത്നിക്കുന്നു എന്ന് ഹാജർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. ഓ ഖുതുബുദ്ദീൻ, ഒരു വേള എന്റെ ശൈഖ് ഉസ്മാനിൽ ഹാറൂനി പറഞ്ഞു, മൊഈനുദ്ദീൻ, എല്ലാം ലഭിച്ച ആൾ ആരാണെന്ന് നിനക്കറിയുമോ? സദാ വിനയമുള്ള മനുഷ്യനാണ്, സർവവും നേടിയ വ്യക്തി. അറിയണം പ്രവാചകരുടെ പുണ്യവചനങ്ങൾ. ഒരാൾ അള്ളാഹുലായി താഴ്മ ചെയ്താൽ അവനെ അള്ളാഹു ഉയർത്തുന്നതാണ്. പ്രിയ സ്നേഹിത, തൽക്കാലം ഇവിടെ ചുരുക്കുന്നു. ഇരുലോക വിജയമുണ്ടാവട്ടെ. അസ്സലാം എന്ന് പറഞ്ഞ് സലാം ചൊല്ലിക്കൊണ്ട് ഹാജർ റളിയല്ലാഹു അൻഹു നിർത്തുകയാണ്. വളരെ വിലപ്പെട്ട ഉപദേശമാണ് ഇതിലൂടെ ഹാജർ റളിയല്ലാഹു അൻഹു നൽകുന്നത്. ഏറ്റവും പ്രധാനമായി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി, പിന്നീട് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ ജീവിതത്തിൽ അതിൻ്റെ തെളിവായി അനുവർത്തിക്കുന്നത് ഭൗതികമായ യാതൊരു ആഗ്രഹവും ഭൗതികമായ ഉദ്ദേശങ്ങളും അയാളുടെ മുന്നിൽ ഒരിക്കലും വരികയില്ല. മറിച്ച് എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കും അയാളുടെ ജീവിതം എന്നാണ്. രണ്ടാമതായി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തെ പൊരുത്തവും കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഹാജർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശത്തിലൂടെ മഹാനായ ബക്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിനെ അധമ്യമായി സ്നേഹിക്കാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്പൂർണമായും അനുധാവനം ചെയ്യാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് ഹാജിയുടെയും ബക്തിയാർ കാക്കി ദഹ്ലവി അടക്കമുള്ള ആയിരക്കണക്കായ തൻ്റെ പ്രമുഖരായ ശിഷ്യ പരമ്പരകളുടെയും മദത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ മഹാന്മാരായ മശായിഖ്മാരുടെ തിരുനോട്ടം അള്ളാഹു നമ്മുടെയും നമ്മുടെ പരമ്പരകളിലൂടെയും ശിഷ്യ പരമ്പരകളിലെയും അള്ളാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.